ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സാധാരണ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കടുക് താളിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഭക്ഷണത്തിന് രുചി കൂടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് കടുക് ഭക്ഷണത്തിൽ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാണ് എന്ന് പലർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്, ഈ തണുപ്പ് സമയത്തെല്ലാം തന്നെ കടുക് താളിച്ച് അല്ലെങ്കിൽ കടുക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് നമുക്ക് ഏറെ ഗുണകരമാണ്. പറഞ്ഞുതരാം. കടുകിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. സെലീനിയം, മെഗ്നീഷ്യം, അതേപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, കാൽഷ്യം എന്നിവ സമൃദ്ധിയായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഈ കടുകിനകത്തുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കടുക് എണ്ണ കറികൾക്ക് ഉപയോഗിക്കുന്നത്. ഒരേപോലെ ഈ തണുപ്പ് കാലത്ത് ഉപയോഗിക്കും. അത്യാവശ്യം അവിടെ ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് വരെ ഒമേഗ 3 കിട്ടുന്നതിന് വേണ്ടിയിട്ട് കടുകെണ്ണ ഉപയോഗിക്കാറുമുണ്ട്. കടുക് ഒരേ സമയം ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉള്ള ചില ക്രോണിക് രോഗങ്ങളെ ചെറുക്കുന്നതിനും ഈ ആർത്രൈറ്റിസ് പോലുള്ള ടെൻഡൻസീസ് കൂടാതെ ചെറുക്കുന്നതിനും നമുക്ക് ഈ കടുക് കറികൾ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും 1-2 ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഗുണം എന്ന് പറയുന്നത്, ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ കുറയ്ക്കും. ജോയിൻറ്റ് പെയിൻ, ജോയിൻ്റ് നീർക്കെട്ട്, ശരീരത്തിലുണ്ടാകുന്ന മസിൽ പെയിൻ, ഇതെല്ലാം കുറയ്ക്കുന്നതിന് കടുക് നല്ലതാണ്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് കടുകിനകത്ത് ഇറങ്ങിയിട്ടുള്ള സെലീനിയം ഒരേപോലെ തന്നെ നമുക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പോലെ തന്നെ നമുക്ക് തൈറോയിഡിന് നല്ലൊരു ആക്ഷൻ കിട്ടുന്നു. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ആക്ടിവിറ്റി കൂടുന്നതിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള മെഗ്നീഷ്യവും കാൽഷ്യവും നമ്മുടെ ജോയിൻസിന്, നമ്മുടെ മസിൽസിന് ഒരേപോലെ ഗുണകരമാകുന്നുണ്ട്. ഇവിടം കൊണ്ടും തീരുന്നില്ല. പ്രധാനമായിട്ട് ഈ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നതിന് കാരണം, ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു അലൈൽ തയോസൈനേറ്റ് എന്ന് വിളിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതായത് കടുത്ത തണുപ്പും മഴയും മഞ്ഞും എല്ലാം ഓവർകം ചെയ്യുന്നതിന് നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള കടുക് കഴിക്കുന്നത് നല്ലതാണ്. കടുക് വെറുതെ എടുത്ത് ചവച്ചരച്ച് കഴിക്കാനല്ല പറയുന്നത്. കടുക് നമ്മൾ കറികൾ ചേർക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ കടുക് നമ്മളൊരല്പം, ഒരു 1/2 ടീസ്പൂൺ ബട്ടറോ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യോ എടുത്ത് നമ്മളൊന്ന് ചൂടാക്കി അതിനകത്തൊരല്പം കടുക് താളിച്ചതിന് ശേഷം ഇത് 1/2 ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടുന്നത് നമുക്ക് ഈ ഒമേഗ 3 ഫാറ്റിനോട് ചേർന്ന് കഴിക്കുന്നതായിരിക്കും കുറച്ച് ശരീരത്തിന് ഉപകാരം. അതേപോലെ ശരീരത്തിനകത്ത് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരേപോലെ ഈ നെയ്യ് അല്ലെങ്കിൽ ബട്ടറും നമുക്ക് ഈ കടുകും കഴിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഇതിനകത്ത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഒരേപോലെ ഇത് പ്രമേഹം കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. അതേപോലെ നമുക്ക് ഇത് ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലം മാറ്റുന്നതിന്, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ അധികം മസാലയൊന്നും ചേർക്കാതെ കടുക് ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനേറെ ഗുണകരമാണ് എന്ന് പറയുന്നത്. ഈ പറയുന്നത് കേട്ടിട്ട് കടുക് നിറയെ എടുത്ത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിവസം 1 ടീസ്പൂൺ കടുകല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിലെല്ലാം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണങ്ങളെല്ലാം ശരീരത്തിന് കിട്ടുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ തണുപ്പ് കാലത്തോ മഴക്കാലത്തോ മാത്രമല്ല, ഇതിപ്പോൾ പ്രമേഹ രോഗികൾക്കാണെങ്കിലും ഹൃദ്രോഗികൾക്കാണെങ്കിലും ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും കഴിക്കാം. കാരണം ഇതിനകത്ത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഇതിനകത്ത് നിറയെ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ടും ഇതിനകത്ത് മെഗ്നീഷ്യവും പൊട്ടാസ്യവും ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഇത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ബ്ലോക്ക് ടെൻഡൻസി ചെറുക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ BP, ഉയർന്ന രക്തസമ്മർദ്ദം ചെറുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിക്ക് കടുക് ദിവസവും 1 ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം മലയാളികൾ കടുക് കറികൾ ചേർത്ത് ഉപയോഗിക്കും. എന്തിനാണെന്ന് അറിയില്ല. പേരിന് രുചിക്ക് വേണ്ടി എന്നുള്ളതല്ലാതെ ഇത്രയും ഗുണങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ കടുകെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും കടുകെണ്ണ പൊതുവെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പലർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നുള്ള കടുക് എണ്ണ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ, അതായത് ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഈ കടുക് എടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ച് ഉത്തമം. ഈ പറഞ്ഞ കോമ്പിനേഷൻ നിങ്ങളെല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് കടുക് ശരീരത്തിന് ഗുണകരമാകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.